നമസ്കാരം. പതിരും കതിരും. പഴയകാലത്തെ ശങ്കരൻ നായാടിയുടെ കഥ ഓർത്തു പോകുന്നു. ഓണക്കാലമാകുമ്പോൾ തമ്പ്രാമ്പടിക്കൽ ചെന്ന് നീട്ടി ഒരു വിളിയുണ്ട്, എൻ്റെ വല്യംപ്രാട്ടിയേന്ന്. വിളിയുടെ നീട്ടലനുസരിച്ചാണ് വല്യംപ്രാട്ടി ഇറങ്ങി വരുന്നതും മാറാപ്പിലേക്ക് വല്ലതും ഇട്ടുകൊടുക്കുന്നതും. പകരം നായാടി ഉടുക്കുകൊട്ടി ഒരു പാട്ട് പാടും. എന്തിനാണ് ദില്ലിയിൽ ചെന്ന് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ നീട്ടി വിളിക്കുന്നത്? എല്ലാ കാലത്തുമുണ്ട് ഓണക്കാലമാകുമ്പോൾ ഇങ്ങനെ ഒരു സന്ദർശനം. നമുക്ക് വേണ്ടി കടമെടുക്കാനാണ് ഈ പോയതെല്ലാം. ഓണച്ചെലവിനായി 5000 കോടി കൂടി കടമെടുക്കാനാണ് മുഖ്യമന്ത്രി മോദിജിയുടെ അനുമതി തേടിയിരിക്കുന്നത്. ശ്രീപത്മനാഭൻ്റെ 10 ചക്രമായിരുന്നു ഒരു കാലത്ത് മനുഷ്യരുടെ എല്ലാം പ്രതീക്ഷ. പിണറായി വിജയൻ്റെ കാലത്ത് 10 ചക്രം പ്രധാനമന്ത്രിയോട് ചോദിക്കാനും പത്മനാഭൻ തന്നെ വേണമെന്നായിരിക്കുന്നു. ശ്രീപത്മനാഭൻ്റെ ഒരു ശില്പം പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് സമ്മാനമായി നൽകി. കാര്യം കാണാൻ ഇത്തരം മിത്തുകളും മാർക്സിസ്റ്റുകാർ തന്ത്രപൂർവ്വം ഉപയോഗിക്കാറുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ശ്രീപത്മനാഭൻ്റെ ശില്പം സമ്മാനമായി കൊടുക്കുന്നതിൽ ഔചിത്യത്തിൻ്റെ പ്രശ്നം വല്ലതുമുണ്ടോ എന്ന് അടുത്ത പാർട്ടി കോൺഗ്രസും പ്ലീനവുമൊക്കെ ചർച്ച ചെയ്യണം. ഒരു പ്ലീനമൊക്കെ അടുത്ത് കണ്ടിട്ട് എത്രയോ കാലമായി. പ്ലീനമെന്ന് കേൾക്കുമ്പോൾ തന്നെ പുളിമാങ്ങ കടിച്ച ഒരനുഭവമാണ്. ദൈവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ കുറേശ്ശെയായി ദൈവമുണ്ട് എന്ന് പിണറായി വിജയനും പാർട്ടിയും വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. കൊടുത്ത ശില്പം മിത്താണോ എന്ന് ചോദിച്ചാൽ ഗോവിന്ദൻ മാഷ് എന്തു പറയും? അതെന്തായാലും വയനാടിനുള്ള കേന്ദ്ര പാക്കേജും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. 5000 കോടി കൂടി കടമെടുത്തിട്ട് വേണം കോൺക്ലേവ് മുതൽ ഡിസംബറിൽ നടക്കുന്ന കേരളീയം വരെ നടത്താൻ. കടമെടുത്തു കേരളത്തെ കൗബീനമൊടിപ്പിക്കാൻ മാത്രമായി ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ എന്ന കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. പോകുന്നതിന് മുമ്പ് കിണ്ടിയും മൊന്തയും വരെ തൂക്കി വിൽക്കണം. ഇനി വരാനുള്ള ഒരുത്തനും എൻ്റെ അത്രയും ഇനി സുഖിക്കരുത്. ആറന്മുള കണ്ണാടി, ചുണ്ടൻ വള്ളം, കഥകളിത്തല എന്നിത്യാദികളൊക്കെയാണ് സാധാരണ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിമാർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. പണ്ട് പോപ്പിനെ കാണാൻ EK നായനാർ പോയത് ഓർക്കുന്നു. പോപ്പിന് ഞാൻ ബൈബിൾ കൊടുത്തു, പോപ്പ് എനിക്ക് കൊന്ത തന്നു എന്ന് അന്ന് നായനാർ പത്രക്കാർക്ക് മുമ്പിൽ വീരസ്യം പറഞ്ഞു. ഏത് കമ്മ്യൂണിസ്റ്റുകാരന് കിട്ടിയിട്ടുണ്ടോ പോപ്പിൻ്റെ കൊന്ത എന്നും നായനാർ ചോദിച്ചു. എന്തായാലും പോപ്പിന് കൊണ്ടുപോയി ബൈബിൾ കൊടുത്ത നായനാരെ വേണം സമ്മതിച്ചു കൊടുക്കാൻ. ശബരിമല ചെന്നിട്ട് ശ്രീകോവിലേക്കൊന്ന് എത്തി നോക്കാതെ വാവർനടയിൽ പോയി കൽക്കണ്ടം വാങ്ങി തിന്ന മതനിരപേക്ഷകനാണ് ഈ പിണറായി വിജയൻ. പത്മനാഭസ്വാമിയുടെ അനുഗ്രഹത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഖജനാവിൽ പണം കിടക്കാത്തത് എന്നോ മറ്റോ കൊട്ടാരം ജ്യോത്സ്യന്മാരോ കവി പ്രഭാവർമ്മയോ പിണറായി വിജയനോട് പറഞ്ഞു കാണും. അവിടെ ചെന്ന് നേരിട്ട് ദർശനം നടത്തിയാൽ ലോകം ഛേ ഛേ എന്ന് പറയുമോ എന്നൊരു ഭയം. അതുകൊണ്ടൊരു ശില്പമുണ്ടാക്കി പൂജിച്ച് സമർപ്പിച്ചാൽ കുറച്ചുകൂടി കടമെടുക്കാൻ അനുവാദം കിട്ടുമെന്നായി ഉപദേശം. ഒരരിവാളും ചുറ്റികയും ശില്പമാക്കി സമർപ്പിച്ചാൽ ഈ പ്രധാനമന്ത്രി അത് കൈപ്പറ്റുമായിരുന്നോ? എന്തായാലും അമിത്ഷാ കാണാതെയാകും അവിടെ നിന്ന് മുങ്ങിയത്. അരമണിക്കൂർ കൂടിക്കാഴ്ചയ്ക്കിടയിൽ അങ്ങയുടെ ചാത്തന്മാരെ വിട്ട് എന്നെയും മകളെയും ഒന്ന് നശിപ്പിക്കല്ലേ എന്നും പറഞ്ഞിട്ടുണ്ടാകും. പിണറായി ഭരണത്തിൽ ഇനി നമുക്ക് ബാക്കിയുള്ളത് 2 ഓണം മാത്രമാണ്. 5 ഓണവും പിന്നെ ഒരു കൊഞ്ചോണവുമെന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇതുവരെ കടമെടുത്തതിൻ്റെ കണക്ക് നോക്കിയാൽ അടുത്ത സർക്കാരിന് ഒരു കൊഞ്ചോണം പോലും ആഘോഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സഖാക്കൾ ഈ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ കടം വാങ്ങിക്കഴിഞ്ഞുകൂടുന്ന സർക്കാരാണെന്ന് ആർക്കെങ്കിലും തോന്നുമോ? സംസ്ഥാനം കണക്ക് കൊടുത്താലേ കേന്ദ്രം കാശ് തരുമെന്ന് പറഞ്ഞ പാവം സുരേഷ് ഗോപിയെ അന്ന് നമ്മൾ എന്തെല്ലാം പറഞ്ഞു. ഇയാൾക്ക് കണ്ണിൽ ചോരയുണ്ടോ എന്ന് വരെ ചോദിച്ചവരുണ്ട്. പത്മനാഭസ്വാമിയുടെ ശില്പം കൊടുത്താലൊന്നും കേന്ദ്രം കാശ് തരില്ല. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പിണറായി നിവേദനം നൽകിയപ്പോഴും ഡിസാസ്റ്റർ അസസ്മെൻറ്റ് സംഘത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്നാണ് കേന്ദ്രം പറഞ്ഞത്. മന്ത്രി വീണ ജോർജിനോട് വല്ലതും റിപ്പോർട്ട് ചോദിച്ചിരുന്നെങ്കിൽ പോയി പണി നോക്ക് കേന്ദ്രമേ എന്ന് പറഞ്ഞേനെ. പാക്കേജ് നമ്മുടെ ആവശ്യമാണെന്നും കേന്ദ്രത്തിൻ്റെ ഔദാര്യമല്ലെന്നും അവർ പറഞ്ഞേനെ. പറയുന്നവർക്ക് പറയാം. പൊട്ടച്ചക്ക് വലിക്കുന്ന കാളയുടെ ഗതികേട് പിണ്ണാക്ക് വാരുന്നവർക്ക് അറിയില്ലല്ലോ.